ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 216-ലെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ആദ്യം ചെയ്യാം. ഇതിലെ രണ്ട് പാർട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് വിഡ്ത്ത് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്റേഴ്സ്. ഒരു ചതുരം വരയ്ക്കണം. വീതി 5 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററും ആയിട്ടുള്ള ഒരു ചതുരം വരയ്ക്കണം. എന്നിട്ട് ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 സെന്റിമീറ്റേഴ്സ്. ആ ആദ്യം വരച്ച റെക്ടാംഗിളിന്റെ അതേ ഏരിയയിൽ വേറൊരു റെക്ടാംഗിൾ വരയ്ക്കണം. അതിന്റെ വിഡ്ത്ത് 6 സെന്റിമീറ്റർ ആണ്. അതായത് പരപ്പളവിന് വ്യത്യാസം വരാതെ വേറൊരു ചതുരം വരയ്ക്കണം. ആ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ചതുരം വരയ്ക്കാം. നീളവും വീതിയും തന്നിട്ടുള്ള ചതുരം വരയ്ക്കാം. 5 സെന്റിമീറ്റർ നീളം ആദ്യം വരയ്ക്കാം. ആദ്യം നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കാം. 5 സെന്റിമീറ്റർ വിഡ്ത്ത് വരച്ചു. ഇനി ഹൈറ്റ് 4 സെന്റിമീറ്റേഴ്സ് വരയ്ക്കാം. അപ്പൊ നമ്മൾ റെക്ടാംഗിൾ കംപ്ലീറ്റ് ആക്കി. ഇതാണ് ആദ്യത്തെ റെക്ടാംഗിൾ. ഇനി നമുക്ക് ഇതേ ഏരിയ അഥവാ പരപ്പളവുള്ള വേറൊരു റെക്ടാംഗിൾ വരയ്ക്കണം. അതിന്റെ വിഡ്ത്ത് 6 സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഈ സൈഡ്, അതായത് ഈ 4 സെന്റിമീറ്റർ നമുക്ക് ആദ്യം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതേ പരപ്പളവുള്ള ഇതേ ഏരിയ ഉള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. അതിന്റെ വിഡ്ത്ത് 6 സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് 6 സെന്റിമീറ്റേഴ്സ് വരയ്ക്കാം. ഈ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പം വരച്ച 4 സെന്റിമീറ്റർ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ എങ്ങോട്ട് വേണേലും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് റെക്ടാംഗിളിൽ സ്ഥലം മാറി വരുവന്നേ ഉള്ളൂ. ഏരിയ ഒക്കെ സെയിം ആയിട്ട് നമ്മളങ്ങ് വരച്ചാൽ മതി. ഇനി 6 സെന്റിമീറ്റേഴ്സ് താഴോട്ട് വരയ്ക്കാം. നമുക്ക് ഇവിടെ റെക്ടാംഗിൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാം. അപ്പൊ ഈ സൈഡിന് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് 6 സെന്റിമീറ്റേഴ്സ് താഴോട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് 6 സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ ഒരു നോക്കിയാൽ മനസ്സിലാവും. ഈ പോയിന്റ് ആണ് പി. ഇത് AB, ഇത് CD. ആ ഒരു രീതിയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ വരച്ച് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഈ പോയിന്റ് A, ഇത് B എന്ന് പറഞ്ഞു. ഈ പോയിന്റ് P എന്നും പറഞ്ഞു. ഇനി Aയും Dയും തമ്മിൽ ജോയിൻ ചെയ്യാം. അതുപോലെ Bയും Dയും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇനി ഈ രണ്ട് വരയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. അതായത് ADയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. BDയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്കറിയാം. പകുതി കൂടുതൽ അളവെടുത്ത് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കണം. ആദ്യം നമുക്ക് BDയുടെ വരയ്ക്കാം. പകുതി കൂടുതൽ എടുത്ത് മുകളിലും രണ്ട് സൈഡിലും ആർക്ക് വരയ്ക്കാം. ഇനി അതേപോലെ ADയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും വരയ്ക്കാം. ADയുടെയും പകുതി കൂടുതൽ എടുക്കുക. Aയിൽ മെറ്റൽ ടിപ്പ് വെച്ച് വരച്ചു. ഇനി Dയിൽ മെറ്റൽ ടിപ്പ് വെക്കണം. ഇനി ജോയിൻ ചെയ്യാം. ഈ മീറ്റിംഗ് പോയിന്റ് ആണ് സെന്റർ ആയിട്ട് വരുന്നത്. ഈ സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. സെന്ററിന് നമുക്ക് O എന്ന് മാർക്ക് ചെയ്യാം. സെൻട്രലിൽ നിന്ന് Aയിലോട്ടോ Bയിലോട്ടോ Dയിലോട്ടോ ഏത് അകലെ എടുത്താണെങ്കിലും നമുക്ക് സർക്കിൾ വരയ്ക്കാം. നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾ ഇവിടെ ഒരു പോയിന്റിൽ കൂടെ കട്ട് ചെയ്താണ് പോകുന്നത്. ആ പോയിന്റ് ആണ് C. അപ്പൊ നമുക്ക് ഈ സർക്കിളിന്റെ രണ്ട് കോഡ് കിട്ടി, രണ്ട് ഞാണുകൾ കിട്ടി. ഒന്ന് ABയും രണ്ടാമത്തത് CDയും. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് P. കണ്ടോ? ഇനി ഈ CPയുടെ അളവെടുക്കുക. ആ അളവെടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. അതാണ് ഈ പുതിയ റെക്ടാംഗിളിന്റെ ഹൈറ്റ്. ഇപ്പോൾ PCയുടെ അളവെടുത്തു. അത് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം.
അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ആ സൈഡ് മാർക്ക് ചെയ്യാം. ഇനി 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. നമ്മൾ ഈ 6 സെന്റിമീറ്റർ തന്നെ എടുക്കുക. അതേ അളവിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ആർക്ക് വരയ്ക്കുമ്പോൾ ആ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കാം. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കാം. നമ്മൾ ഈ സൈഡിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. എങ്ങോട്ട് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ പുതിയ റെക്റ്റാങ്കിളിനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ റെക്റ്റാങ്കിൾ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം ആ വിഡ്ത്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണോ അതിനെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ആ എൻ പോയിന്റ്സിൽ നിന്ന് ഈ ഡി എന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത്, ഡി എങ്ങനെയാണ് കിട്ടിയത്? പിയിൽ നിന്ന് ഡി വരെയുള്ള ലെങ്ത് ആണ് പുതിയ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്തായിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് ജോയിൻ ചെയ്ത് രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് സെന്റർ കിട്ടും. ആ സെന്ററിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് സർക്കിൾ കംപ്ലീറ്റ് ആക്കുക. സർക്കിൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിനെ കട്ട് ചെയ്തായിരിക്കും സർക്കിൾ പോകുന്നത്. അപ്പോൾ ആ വിഡ്ത്ത് PC. അപ്പോൾ നമുക്ക് രണ്ട് ഞാണുകളും കിട്ടും, ABയും CDയും. ആ പോയിന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് P. അപ്പോൾ CP എന്നുള്ള അളവെടുത്ത് ഇങ്ങോട്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് പുതിയ റെക്റ്റാങ്കിൾ കിട്ടും. ഇനി ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. അപ്പം നമുക്ക് ആദ്യത്തെ റെക്റ്റാങ്കിൾ അതേപോലെ തന്നെ വരയ്ക്കണം. 5 സെന്റിമീറ്റർ വീതിയും 4 സെന്റിമീറ്റർ ഉയരവുമായിട്ട്. ഇവിടെ വിഡ്ത്ത് 5 സെന്റിമീറ്ററും ഹൈറ്റ് 4 സെന്റിമീറ്ററും ആയിട്ടുള്ള റെക്റ്റാങ്കിൾ വരച്ചു. ഇനി നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ ഈ സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. 4 സെന്റിമീറ്റർ ആണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ പകുതി കൂടുതൽ എടുത്ത് വേണം. അപ്പോൾ ഇത് എയും ഇത് ബിയും ആയി. AB എന്നുള്ള ഫസ്റ്റ് കോഡായി. പകുതി കൂടുതൽ എടുക്കുക. എയിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് മുകളിലും താഴെ മാർക്ക് വരയ്ക്കുക. അതേപോലെ അളവ് മാറ്റാതെ ബിയിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ടും ആർക്ക് വരച്ചു. ഇനി ജോയിൻ ചെയ്യുക. ഇപ്പോൾ മിഡ് പോയിന്റ് നമുക്ക് കിട്ടി. അവിടെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് എയിലേക്കോ ബിയിലേക്കോ ഉള്ള ദൂരം നമ്മൾ എടുക്കുക. എന്നിട്ട് സെമി സർക്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. ആ സെമി സർക്കിൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ആ സെമി സർക്കിളിലേക്ക് കൂടെ മുട്ടിക്കുക. അതായത് ഫുൾ സർക്കിൾ വേണമെങ്കിലും വരയ്ക്കാം. കണ്ടോ? അപ്പൊ ഇവിടെ ഈ പുതിയ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദാ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ക്ലിയർ ആയോ? അപ്പൊ ആ അളവ് നമ്മൾ എടുക്കുക. അതായത് ആ സെമി സർക്കിള് വരച്ച് ആ അളവെടുത്തു. അത് ഇങ്ങോട്ടേക്ക്
മാർക്ക് ചെയ്യുക. കാരണം നമ്മുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ. ഇനി മെറ്റൽ ടിപ്പ് ഇവിടെ വെച്ചിട്ടും നമ്മൾ ഇങ്ങോട്ടും കൂടെ വരയ്ക്കുക. ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ സൈഡ് കിട്ടും. ഇവിടം വരെയാണ് സ്ക്വയറിന്റെ രണ്ടാമത്തെ സൈഡ്. സ്ക്വയറിന്റെ മൂന്നാമത്തെ സൈഡ് കിട്ടാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. നാലാമത്തെ സൈഡ് ഇതാണ്. അപ്പോൾ അതേ അളവ് തന്നെ കോമ്പസ് മാറ്റാതെ, അളവ് മാറ്റാതെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ 4 സൈഡും കിട്ടും. ഇനി അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയ സ്ക്വയർ കിട്ടി. ആ സ്ക്വയർ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ പുതിയ സ്ക്വയർ. ഇപ്പം രണ്ടും വരച്ച് പഠിക്കുക.